തിരുവനന്തപുരം വർക്കലയിൽ കടയുടമയുടെ സുഹൃത്ത് എന്ന് പറഞ്ഞെത്തിയ വ്യക്തി ജീവനക്കാരിയിൽ നിന്നും പണം തട്ടി. കടയുടമയോടാണ് ഫോണിൽ സംസാരിക്കുന്നത് എന്ന വ്യാജേനെ ജീവനക്കാരിയോട് 7000 രൂപ ആവശ്യപ്പെട്ടു. 1200 രൂപ മാത്രമേ കൗണ്ടറിൽ ഉള്ളൂ എന്ന് പറഞ്ഞ ജീവനക്കാരിയോട് ഉടമ പണം വാങ്ങാൻ ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞ് ഈ തുകയും വാങ്ങി കടന്നു കളയുകയായിരുന്നു. വർക്കല ഇലകമൺ സ്വദേശി ബിജോയ് രാജേന്ദ്രന്റെ ഉടമസ്ഥതയിലുള്ള ജ്യൂസ് പാർലറിലാണ് തട്ടിപ്പ് നടന്നത്. ഉടമ കയറി വന്നായിരുന്നു. അപ്പൊ മുതലാളി ഉണ്ടാന്ന് കേട്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, വീട്ടിൽ പോയേക്കുന്നു. അത് ഇപ്പൊ വരും, 6:30 വരുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു മൊബൈലിന്റെ സമയം എത്രയാണെന്ന് നോക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു 5 രൂപയായിരുന്നു പറഞ്ഞു. അപ്പൊ 7 മണിക്ക് ആവല്ലേ മുതലാളി വരാൻ. ഞാൻ പറഞ്ഞു 7 മണിയൊക്കെ ആവും. എങ്കിൽ ഞാൻ മുതലാളിയെ വിളിക്കാന്ന് പറഞ്ഞ് ഇവിടെ വിളിച്ചായിരുന്നു. അത് നീ എവിടെയാണ് നിൽക്കുന്ന എന്ന് പറഞ്ഞിട്ട് അത് ഞാന് ഒരു കുഞ്ഞുമോനെന്ന് പറയുന്ന ഒരാള് പൈസ കൊണ്ടുവരും. അപ്പൊ ഇയാള് മേടിച്ചു വെക്കുമെന്ന് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു മേടിക്കാൻ നോക്കും. അത് നിന്റെ പേരെന്തരാണ്? ഞാൻ പറഞ്ഞ പ്രഭയാണ്. എന്നിട്ട് ഫോൺ ചെവി വെച്ചിട്ട് അത് പ്രഭയുടെ കയ്യിൽ കൊടുത്താൽ മതിയെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞ് മുതലാളിയടുത്ത് സംസാരിക്കുന്നിടത്ത് എന്റെ അടുത്ത് സംസാരിച്ചു. അത് 1000 അതിൽ എത്ര ഉണ്ട് ഇതിനകത്ത് നോക്കാൻ പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞു 1100 രൂപ ഉണ്ടായിരുന്നു. അതൊരു 1200 രൂപ മുതലാളി തരാൻ പറഞ്ഞായിരുന്നു. അന്ന് ഇല്ല ചേട്ടാ, ഒരു 1200 രൂപ ഉണ്ട്. എങ്കിൽ കൊണ്ടുവരുന്ന 7000 രൂപയെന്ന് ഈ 1200 രൂപ മുതലാളികൾക്ക് ഈ 1200 രൂപ കുറച്ചിട്ട് ബാലൻസ് മുതലാളിയിലേക്ക് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ഡയറിയിൽ എഴുതി വെക്കാൻ പറഞ്ഞായിരുന്നു. പേര് കുഞ്ഞുമോന്ന് നോക്കി എഴുതി വെക്കാൻ പറഞ്ഞായിരുന്നു. ഒരു 1200 രൂപ മേടിച്ചിട്ടുണ്ടെന്നോ എഴുതാൻ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ മുതലാളി വിളിച്ച് ചോദിച്ചായിരുന്നു ഇങ്ങനെ ഒരാളുകൊണ്ട് പൈസ വെക്കുന്നത് കൊണ്ട് മുതലാളി വിളിച്ചിട്ടില്ലെന്ന് പറഞ്ഞായിരുന്നു. തട്ടിപ്പാണെന്ന് മനസ്സിലായി.